കേരള ബജറ്റ് 2025-26 സംസ്ഥാനത്തിന്റെ ക്ഷേമം, വികസനം, തൊഴിൽ, സാമൂഹിക സുരക്ഷ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന ഒരു സമഗ്ര ധനരൂപരേഖയായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബജറ്റിന്റെ ആകെ വലിപ്പം 3,36,137 കോടി രൂപയാണ്. മുൻവർഷത്തേക്കാൾ 8.8% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ മൂലധന ചെലവ് 1,03,691 കോടി രൂപയായപ്പോൾ ധനാഭാവം 2.9% എന്ന നിലയിലാണ് കണക്കാക്കുന്നത്. റവന്യൂ ഡെഫിസിറ്റ് 57,559 കോടി രൂപ എന്നതും ശ്രദ്ധിക്കേണ്ട പ്രധാന കണക്ക് തന്നെയാണ്. മേഖലാപരമായി നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് 66,881 കോടി രൂപ, ആരോഗ്യത്തിന് 21,864 കോടി രൂപ, സാമൂഹിക സുരക്ഷയ്ക്ക് 40,900 കോടി രൂപ, ഗതാഗതത്തിനും അടിസ്ഥാന സൗകര്യത്തിനും 26,294 കോടി രൂപ എന്നിങ്ങനെയാണ് പ്രധാന വകയിരുത്തലുകൾ. കൂടാതെ കൃഷിയും പരിസ്ഥിതിയും, നഗരവികസനം, പോലീസ് എന്നീ മേഖലകൾക്കും പ്രത്യേകം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളിൽ വിദ്യാഭ്യാസ ഗുണമേന്മ മെച്ചപ്പെടുത്തൽ, ആരോഗ്യമേഖല ശക്തിപ്പെടുത്തൽ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം, കൃഷിയും കാർഷിക നവീകരണവും, തൊഴിലും നിക്ഷേപവും എന്നിവ ഉൾപ്പെടുന്നു. വിശകലനപരമായി നോക്കുമ്പോൾ ഈ ബജറ്റിന്റെ വലിയ ശക്തി സംസ്ഥാനത്തിന്റെ ക്ഷേമവികസന സമതുല്യത സമീപനമാണ്. സാമൂഹിക സുരക്ഷയ്ക്കും പൊതുസേവനങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതിനൊപ്പം തൊഴിൽ സാധ്യതകളും വികസന പദ്ധതികളും മുന്നോട്ട് വയ്ക്കുന്നു. പ്രത്യേകിച്ച് MSME, ടൂറിസം, കാർഷികം, സേവനമേഖല എന്നിവയിൽ വളർച്ചയ്ക്ക് സാധ്യത തുറക്കുന്നതായി കാണാം. എന്നാൽ ചില വെല്ലുവിളികളും നിലനിൽക്കുന്നു. റവന്യൂ കുറവ്, കടബാധ്യതയുടെ ഉയർച്ച, വിലക്കയറ്റത്തിന്റെ സാധ്യത, കൂടാതെ പദ്ധതികളുടെ ഫലപ്രദമായ നടപ്പാക്കൽ എന്നിവയാണ് പ്രധാന ആശങ്കകൾ. പ്രഖ്യാപനങ്ങൾ മാത്രം മതിയാകില്ല. അവ യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വിജയത്തിന്റെ നിർണായക ഘടകം. ആകെക്കുറിച്ച് പറഞ്ഞാൽ കേരള ബജറ്റ് 2025-26 ഒരു ക്ഷേമകേന്ദ്രിതവും വികസനോന്മുഖവുമായ ബജറ്റാണ്. ധനനിയന്ത്രണവും കൃത്യമായ നടപ്പാക്കലും ഉറപ്പാക്കാനായാൽ ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ മുന്നേറ്റത്തിന് ശക്തമായ അടിത്തറയാകാം.